വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ മീഷോ എന്നുള്ള കോട്ടൺ കുർത്ത സെറ്റുകളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു കുർത്തിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇന്ന് വേറെ ഇരിക്കുന്ന ലിപ്സ്റ്റിക് സ്വിസ് ബ്യൂട്ടിയുടെ മാറ്റ് അവർ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡും ലിങ്കും താഴെ കൊടുക്കാം കേട്ടോ. ഞാൻ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ഡാർക്ക് ഗ്രീൻ കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ്റ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്, മാൻഡ്രിൻ കോളറാണ്. ഇവിടെ സീക്വൻസ് വരുന്നുണ്ട് ആൻഡ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ പിൻടക്സ് ഉണ്ട്, ഇവിടെയും ഇവിടെയും. ഇതിലാണെങ്കിൽ പല പ്രിൻ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു പ്രിൻ്റ്, ഇവിടെ വേറെ പ്രിൻ്റ് ആൻഡ് ഇവിടെ വേറെ പ്രിൻ്റ്, പല പ്രിൻറ്റ്സ് വരുന്നുണ്ട്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്, കുറച്ച് വീതിയുള്ള പടിയാണ്. ഇവിടെ രണ്ട് സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. എ ലൈൻ കുർത്തയാണ്. ഇങ്ങനെയാണ് ബാക്ക്. ഞാനത് പർച്ചേസ് ചെയ്ത മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്ന എല്ലാ കുർത്ത സെറ്റുകളും സൈഡിലിട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ട നല്ല തിന്നായിട്ടുള്ള മെറ്റീരിയലാട്ടോ. കോട്ടൺ ആണ്, പക്ഷെ നല്ല തിന്നാണ്. ഈ ഒരു ലിങ്കിൽ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ഉണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 862 റുപ്പീസാണ്. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ കുർത്ത സെറ്റാട്ടോ. കുർത്ത പാൻറ്റ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. ഇതിലാണെങ്കിൽ രണ്ട് പ്രിൻറ്റ്സ് ആട്ടോ വരുന്നത്. ഇവിടെ കുഞ്ഞു ഫ്ലോറൽ പ്രിൻ്റ്, ഇവിടെ ആണെങ്കിൽ കുറച്ച് വലിയ ഫ്ലോറൽ പ്രിൻ്റ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് വീതിയുള്ള പടി വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഷോ ബട്ടൺസ് ഉണ്ട്. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇങ്ങനെയാണ് ബാക്ക്. ഞാനിന്ന് കാണിക്കുന്ന ഒന്നിനും ലൈനിങ് വരുന്നില്ല കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇവിടെ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന അനാർക്കലി കുർത്തയാണ്, പക്ഷേ ഇത് സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. പാൻസിലാണെങ്കിൽ കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ഇതാണ് ദുപ്പട്ട. നല്ല ലൈറ്റ് വെയ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ലിങ്കിലാണെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 802 റുപ്പീസാണ്. അടുത്ത ഒരു കോട്ട് സെറ്റ് ടൈപ്പ് ആട്ടോ. ഇതാണ് കുർത്ത. മാൻഡ്രിൻ കോളറാണ്. ഈ രണ്ട് ബട്ടൺസ് മാത്രം ഓപ്പൺ ചെയ്യാവേ, ബാക്കിയെല്ലാം ഷോ ബട്ടൺസ് ആണ്. ഇവിടെ വരെയുണ്ട്, ഇവിടെ തൊട്ട് ഓപ്പൺ ആണ്. എ ലൈൻ മോഡലാണ്. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ. സ്ലീവ്സ് മാത്രം ഒരു ലൂസ് ഫിറ്റ് മോഡലാണ്. പിന്നെ ഇവിടെ പടി വെച്ചിട്ടുണ്ട്, ഇവിടെ ബട്ടൺസ് ഉണ്ട്. ഇങ്ങനെയാണ് ബാക്ക്. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. സ്ലീവ്സ് മാത്രം കുറച്ചൊരു ലൂസ് ഫിറ്റാണ്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഇവിടെ വള്ളിയുണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ടൈ ചെയ്ത് വെക്കാം. പലാസോ ടൈപ്പാട്ടോ. കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് 848 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ്റ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇത്രയും ഭാഗത്ത് വേറൊരു പീസാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ചുറ്റും പടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും പടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ബാക്ക് വരുന്നത്. സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. സെയിം കോട്ടൺ മെറ്റീരിയലാണ്. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് ദുപ്പട്ട. നല്ല ലൈറ്റ് വെയ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഈ ഒരു ലിങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഞാൻ അത് മേടിച്ചത് 802 റുപ്പീസിനാണ്. അടുത്ത ഒരു കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. സ്ലീവ്സ് ആണെങ്കിൽ കുറച്ച് ലോങ് ആണ്. സ്ലീവ്സിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ഷോ ബട്ടൺസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റഡ് ആണ്.
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. പിന്നെ ഞാൻ അത് മേടിച്ചത് മീഡിയം സൈസാണ്, പക്ഷേ എനിക്ക് വന്നത് ലാർജാണ്. അപ്പോൾ ഈ കുർത്ത എനിക്ക് ലൂസാണ് കേട്ടോ. എയർലൈൻ കുർത്ത സെറ്റാണ്. ഏറ്റവും അടിയിൽ പടി വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് കേട്ടോ. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ വള്ളിയുണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ടൈ ചെയ്ത് വെക്കാം. പാൻറ്റ് വേറെ പ്രിൻറ്റിലാണ്, ജിയോമെട്രിക് പ്രിൻ്റാണ്. സെയിം കോട്ടൺ മെറ്റീരിയലാട്ടോ വരുന്നത്. അപ്പോൾ ഇത് മേടിച്ചത് 826 റുപ്പീസിനാണ്. അടുത്ത ഒരു കോട്ട് സെറ്റ് ടൈപ്പാണ്. കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാണ്. സ്ലീവ് ആണെങ്കിൽ എൽബോ ലെങ്ത് ആണ്. ഇവിടെ പടി വെച്ചിട്ടുണ്ട് ആൻഡ് ഇവിടെ ബട്ടൺസ് ഉണ്ട്. മാൻഡ്രിൻ കോളറാണ്. ആദ്യത്തെ ബട്ടൺസ് മാത്രം ഓപ്പൺ ചെയ്യാം, ബാക്കിയെല്ലാം ഷോ ബട്ടൺസ് ആണ്. ഇവിടെ വരെയുണ്ട് കേട്ടോ. ഇവിടുന്ന് ഓപ്പൺ ആണ്. സൈഡ് സ്ലിറ്റും ഉണ്ട്. ഇങ്ങനെയാണ് ബാക്ക്. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. പിന്നെ ഈ ഒരു ലിങ്കിലാണെങ്കിൽ പല ഡിസൈനിൽ വരുന്ന കോഡ് സെറ്റുകൾ അവൈലബിൾ ആണ്. ഇതാണ് പാൻസ് വേറെ പ്രിൻറ്റിലാണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. കോട്ടൺ മെറ്റീരിയലാണ്, പലാസോ ടൈപ്പാട്ടോ. ഇത് ഞാൻ മേടിച്ചത് 542 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. പിക്ചറിലാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി ഒരു ലൈറ്റർ ഷെയ്ഡായിട്ടാട്ടോ തോന്നുന്നത്. ചിലപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ആയിരിക്കും. നേരിട്ടാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരു ബ്രൗൺ ടിൻറ്റ് വരുന്ന ഷെയ്ഡാണ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ സീക്വൻസ് ആൻഡ് മിറർ വർക്ക്സ് ഉണ്ട്. ഫോയിൽ ടൈപ്പ് മിറേഴ്സ് ആട്ടോ. കുഞ്ഞ് മിറർ വർക്ക്സ് ആണ്. സ്ട്രെയിറ്റ് കുർത്തയാണ്. കോട്ടൺ മെറ്റീരിയലാട്ടോ. അത് ഞാൻ വിചാരിച്ച് ഇവിടെ പടി വെച്ചതാണ് കേട്ടോ, പക്ഷേ ഇതിൽ തന്നെയുള്ള പ്രിൻ്റാട്ടോ ഇത്. ഏറ്റവും അടിയിലും വരുന്നുണ്ട്. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. പലാസോ ടൈപ്പാണ്. കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട. സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് 986 റുപ്പീസിനാണ്. സോ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ബ്രൗൺ ടിൻറ്റ് വരുന്ന ഭാഗമില്ലേ, അവിടെ പിക്ചറിൽ കുറച്ചുകൂടി ഒരു ലൈറ്റർ ഷെയ്ഡായിട്ടാട്ടോ കാണിക്കുന്നത്. ലൈറ്റിങ്ങിൻ്റെ ആവും ചിലപ്പോൾ, പക്ഷെ നേരിട്ട് പിക്ചറിനേക്കാളും കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഇതാണെങ്കിൽ പിക്ചറിൽ കുറച്ച് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്, പക്ഷെ നേരിട്ട് വേറൊരു ബ്ലൂ ഷെയ്ഡാണ്. നേരിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കുറച്ച് അൺഈവൻ ആയിട്ടാട്ടോ വരുന്നത്. ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ഫെയ്ഡഡ് ആയിട്ടാട്ടോ വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. 3/4 സ്ലീവാണ്. ഇവിടെ ആണെങ്കിൽ എംബ്രോയ്ഡറി ഉണ്ട്. വീനെക്കാണ്. സ്ട്രെയിറ്റ് കുർത്തയാണ്. കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. ഞാൻ അത് പർച്ചേസ് ചെയ്ത മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. ഇതാണ് ദുപ്പട്ട. ലൈറ്റ് വെയ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് 699 റുപ്പീസിനാണ്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പിക്ചറിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ്. നേരിട്ട് അങ്ങനെയല്ല. നേരിട്ടാണെങ്കിൽ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് അൺഈവൻ ആയിട്ടാട്ടോ വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നല്ല അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.